എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. PSC പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ബുള്ളറ്റിനിലെ 2023 മെയ് മാസത്തിലുള്ള സമകാലികം അഥവാ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ മാസത്തെയും കറണ്ട് അഫയേഴ്സും അതോടൊപ്പം തന്നെ ഓരോ കായികമായി റിലേറ്റ് ചെയ്ത് അങ്ങനെ ഓരോ ടോപ്പിക് വൈസ് തിരിച്ച് നമ്മൾ PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടുണ്ട്. പുരസ്കാരങ്ങൾ, കായികം, ശാസ്ത്രം, കേരളം എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ കാണുക കേട്ടോ. ഈ ഓരോ മാസത്തെയും കാണുന്നതിനോടൊപ്പം തന്നെ ആ തിരിച്ച് ടോപ്പിക് വൈസ് തിരിച്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടു പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യ മെട്രോ ട്രെയിൻ സർവീസ് കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിക്കടിയിൽ പരീക്ഷണ ഓട്ടം നടത്തി. എവിടെയാണ്? വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യ മെട്രോ ട്രെയിൻ സർവീസ് കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിക്കടിയിലാണ് പരീക്ഷണ ഓട്ടം നടത്തിയത്. ഇന്റർനാഷണൽ വാച്ച് ഡോഗ് ഫ്രീഡം ഹൗസ് പ്രസിദ്ധീകരിച്ച 2023 ഫ്രീഡം ഇൻ ദി വേൾഡ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യം കുറഞ്ഞ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും സ്വാതന്ത്ര്യം കുറഞ്ഞ രാജ്യങ്ങളാണ് ടിബറ്റ്, സൗത്ത് സുഡാൻ, സിറിയ എന്നിവ. ഇന്റർനാഷണൽ വാച്ച് ഡോഗ് ഫ്രീഡം ഹൗസ് പ്രസിദ്ധീകരിച്ച് 2023 ഫ്രീഡം ഇൻ ദ വേൾഡ് ഇൻഡെക്സിലെ ഏറ്റവും സ്വാതന്ത്ര്യം കുറഞ്ഞ രാജ്യങ്ങളാണ് ടിബറ്റ്, സൗത്ത് സുഡാനും സിറിയയും. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ എവിടെയാണ്? ഹൈദരാബാദിൽ അനാച്ഛാദനം ചെയ്തു. വെങ്കലത്തിൽ തീർത്ത പ്രതിമയുടെ ഉയരം 125 അടിയാണ്. അപ്പോൾ BR അംബേദ്കറിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമ എവിടെയാണ് അനാച്ഛാദനം ചെയ്തത്? ഹൈദരാബാദിലാണ്. വെങ്കലത്തിലാണ് ഈ പ്രതിമ തീർത്തിരിക്കുന്നത്. 125 അടിയാണ് ഉയരം. സന്നദ്ധ സംഘടനയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ജഗൻ മോഹൻ റെഡ്ഡിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി. ഇത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ജഗൻ മോഹൻ റെഡ്ഡി. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യം ഏതാണ്? യൂറോപ്യൻ സ്പേസ് ഏജൻസി വ്യാഴം ജുപ്പിറ്റർ ആയിട്ട് നമ്മളിത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ശാസ്ത്രക്കുറിപ്പിൽ എന്താണ്? ജുപ്പിറ്റർ കണക്ട് ചെയ്യാലോ. പിന്നെ ഇത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. 2023 അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിന് അർജന്റീനയാണ് വേദിയാകുന്നത്. 2023 അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പിന് അർജന്റീന വേദിയാകും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇടംകാൽ കൊണ്ട് ഏറ്റവും അധികം ഗോളുകൾ നേടിയതിൻ്റെ റെക്കോർഡ് ലിവർപൂൾ താരമായ മുഹമ്മദ് സലയ്ക്കാണ് ഇടംകാല് കൊണ്ട് ഏറ്റവും അധികം ഗോളുകൾ നേടിയതിൻ്റെ റെക്കോർഡ്. ഇടംകാല് കൊണ്ട് ഏറ്റവും അധികം ഗോളുകൾ നേടിയതിൻ്റെ റെക്കോർഡ് ആർക്കാണ്? മുഹമ്മദ് സല, ലിവർപൂൾ താരമാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സേതുവിന് 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സേതു. ലോകബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ 6 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ഇന്ത്യ 38ാം സ്ഥാനത്ത്. ഇപ്പോൾ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 38. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരത്ത് തറക്കല്ലിട്ടു. എവിടെയാണ് തറക്കല്ലിട്ടത്? തിരുവനന്തപുരത്താണ് തറക്കല്ലിട്ടത്. നൈസർഗിക അഭിനയ പരമ്പരയിലെ ഒരു നാളം കൂടി അണഞ്ഞു. പ്രശസ്ത നടനായ മാമുക്കോയ അന്തരിച്ചു. ഇന്ത്യൻ സർക്കസ് രംഗത്തെ പ്രമുഖനും ആദ്യകാല കലാകാരനും ജംബോ സർക്കസ് കമ്പനിയുടെ സ്ഥാപകനുമായ MV ശങ്കരൻ എന്ന ജെമിനി ശങ്കരൻ അന്തരിച്ചു. MV ശങ്കരൻ്റെ മറ്റൊരു പേരെന്താണ്? ജെമിനി ശങ്കരൻ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് രംഗമാണ്? സർക്കസ് രംഗവുമായിട്ട് ഉള്ള പ്രമുഖനാണ്. സിംഗപ്പൂരിൻ്റെ 2 ഉപഗ്രഹങ്ങളെ ഇന്ത്യ PSLVയിലൂടെ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഇന്ത്യയുടെ PSLVയിലൂടെയാണ് സിംഗപ്പൂരിൻ്റെ 2 ഉപഗ്രഹങ്ങളെ എവിടെ എത്തിച്ചത്? ഭ്രമണപഥത്തിൽ എത്തിച്ചത്.
ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ രക്ഷാദൗത്യം ഏതാണ്? ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരിയാണ്. എവിടെ നിന്നുള്ളതാണ്? സുഡാൻ കേട്ടോ. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ രക്ഷാദൗത്യം ഏതാണ്? ഓപ്പറേഷൻ കാവേരി. ഓപ്പറേഷൻ കാവേരി. പ്രേം നസീറിന്റെ പേരിൽ സാംസ്കാരിക സാഹിതി ഏർപ്പെടുത്തിയ പ്രഥമ പ്രേം നസീർ പുരസ്കാരം ആർക്കാണ്? നടൻ മധുവിനാണ് ലഭിച്ചത്. പ്രേം നസീർ പുരസ്കാരം, പ്രഥമ പ്രേം നസീർ പുരസ്കാരം ലഭിച്ചത് നടൻ മധു. സാംസ്കാരിക പ്രവർത്തക കൂട്ടായ്മയായ മണപ്പുറം സമീക്ഷ ഏർപ്പെടുത്തിയ രാമു കാര്യാട്ട് സമഗ്ര സംഭാവന പുരസ്കാരം എഴുത്തുകാരൻ ടി പത്മനാഭനും CKG വൈദ്യർ സാംസ്കാരിക പുരസ്കാരം നിലമ്പൂർ ആയിഷയ്ക്കും KP പീതാംബരന്റെ പേരിലുള്ള സാമൂഹിക സേവന പുരസ്കാരം മുൻ MLA CK ശശീന്ദ്രനും സമ്മാനിക്കും. ഒന്നും കൂടി നോക്കാം. സാംസ്കാരിക പ്രവർത്തക കൂട്ടായ്മയായ മണപ്പുറം സമീക്ഷ ഏർപ്പെടുത്തിയ രാമു കാര്യാട്ട് സമഗ്ര സംഭാവന. ഇപ്പം രാമു കാര്യാട്ട് സമഗ്ര സംഭാവന ആർക്കാണ്? ടി പത്മനാഭന്. രാമു കാര്യാട്ട് സമഗ്ര സംഭാവന ടി പത്മനാഭനും. CKG വൈദ്യർ സാംസ്കാരിക പുരസ്കാരം നിലമ്പൂർ ആയിഷയ്ക്കും KP പീതാംബരന്റെ പേരിലുള്ള സാമൂഹിക സേവന പുരസ്കാരം CK ശശീന്ദ്രനും. ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം ഒഡീഷ FC ഫൈനലിൽ ബംഗളൂരു FC ആണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം ഒഡീഷ FC ഫൈനലിൽ ബംഗളൂരു FC ആണ് പരാജയപ്പെടുത്തിയത്. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദൽ അന്തരിച്ചു. 5 തവണയായി 19 വർഷം പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്നു കേട്ടോ. 19 വർഷം, 5 തവണയായിട്ട് 19 വർഷം പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്നു ആര്? പ്രകാശ് സിംഗ് ബാദൽ. ഓർത്തുവയ്ക്കുക, അത് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയായിരുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ക്യാപ്റ്റനായി 200 മത്സരങ്ങൾ പൂർത്തിയാക്കിയ താരം MS ധോണിയാണ്. ക്യാപ്റ്റനായിട്ട് 200 മത്സരങ്ങൾ പൂർത്തിയാക്കിയ താരം ആരാണ്? MS ധോണി. ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 68 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം നിഷ ദാഹിക്ക് വെള്ളി മെഡലാണ്. ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 68 കിലോഗ്രാം വിഭാഗത്തിലാണ് നിഷ ദാഹിക്ക് വെള്ളി മെഡൽ ലഭിച്ചത്. ബംഗ്ലാദേശിൻ്റെ 22ാമത് പ്രസിഡന്റായി മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുമതലയേറ്റു. ബംഗ്ലാദേശിൻ്റെ 22ാമത് പ്രസിഡന്റ് ആരാണ്? മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുമതലയേറ്റു. അടുത്തത്, രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ 13ാമത്തെയും കേരളത്തിലെ ആദ്യത്തെയും വന്ദേ ഭാരത് ട്രെയിൻ സർവീസ്. രാജ്യത്തെ 13ാമത്തെയും കേരളത്തിലെ ആദ്യത്തെയും വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് റൂട്ടിലാണ് സർവീസ് നടത്തുക. തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിലാണ് സർവീസ് നടത്തുന്നത്. രാജ്യത്തെ 13ാമത്തെയും കേരളത്തിലെ ആദ്യത്തെയും. H3N8 പക്ഷിപ്പനി ബാധിച്ച് ലോകത്തിലെ ആദ്യ മനുഷ്യമരണം എവിടെയാണ് രേഖപ്പെടുത്തിയത്? ചൈനയിലാണ് കേട്ടോ. H3N8 പക്ഷിപ്പനി ആദ്യമായിട്ട് മനുഷ്യമരണം രേഖപ്പെടുത്തിയത് ചൈനയിലാണ്. ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ 2023 യുവസാഹിത്യ പുരസ്കാരം NS സുമേഷ് കൃഷ്ണന്. ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ 2023 യുവസാഹിത്യ പുരസ്കാരം ലഭിച്ചത് NS സുമേഷ് കൃഷ്ണ. പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രത്തിന് രാജ്യത്തെ മികച്ച കടുവാ സങ്കേതത്തിനുള്ള ദേശീയ അവാർഡ് തുടർച്ചയായ 3ാം തവണയും ലഭിച്ചു. രാജ്യത്തെ മികച്ച കടുവാ സങ്കേതത്തിന് ദേശീയ അവാർഡ് ലഭിച്ചത് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രത്തിനാണ്. 3ാം തവണയാണ് അവാർഡ് ലഭിച്ചത്. തുടർച്ചയായ 3ാം തവണ കേട്ടോ. ഹിമാലയത്തിലെ ഭൂകമ്പ മേഖലകൾ മാപ്പ് ചെയ്യുന്നതിനായി ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ച ഉപഗ്രഹമാണ് നിസാർ. നമ്മൾ പഠിച്ചതായിരുന്നു നിസാർ അല്ലേ? നാസയും ISROയും കൂടിയിട്ടാണ് നിസാർ. ഫെമിന മിസ് ഇന്ത്യ വേൾഡ് കിരീടം നന്ദിനി ഗുപ്തയ്ക്കാണ്. ഫെമിന മിസ് ഇന്ത്യ വേൾഡ് കിരീടം നേടിയത് നന്ദിനി ഗുപ്ത. നന്ദിനി ഗുപ്ത. ആ ഫെമിന എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ തന്നെ കിട്ടൂലേ? കിട്ടുമ്പോൾ തന്നെ നന്ദിനി എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ 2023 ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ്. ഇതിനാണ് തിരുവനന്തപുരം പാലോട്
ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആണ് 2023 ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് ലഭിച്ചത്. ഇതൊക്കെ നമ്മൾ പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞതിൽ പഠിച്ചതാണ്. ഇനി ദേശീയ അവാർഡ് ജേതാവായ പ്രശസ്ത നടിയും നാടക കലാകാരിയുമായ ഉത്തര ബവൂക്കർ അന്തരിച്ചു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 2023 സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം വെങ്കിടേഷ് അയ്യറാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 2023 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് IPL 2023 സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാന്ന് ചോദിച്ചാരാണ്? വെങ്കിടേഷ് അയ്യറാണ്. വെങ്കിടേഷ് അയ്യർ 2023 ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച വ്യക്തിഗത പ്രകടനത്തിനുള്ള വിസ്ഡൺ പുരസ്കാരം ആർക്കാണ്? ജോണി ബെയർസ്റ്റോക്കിനാണ്. ഇംഗ്ലീഷ് താരമായ ജോണി ബെയർസ്റ്റോക്കിനാണ് വിസ്ഡൺ പുരസ്കാരം. 2023 ടെസ്റ്റ് ക്രിക്കറ്റിലെ മികച്ച വ്യക്തിഗത പ്രകടനത്തിനുള്ള വിസ്ഡൺ പുരസ്കാരം ലഭിച്ചത് ഇംഗ്ലീഷ് താരമായ ജോണി ബെയർസ്റ്റോക്ക്. വിസ്ഡൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാരാണ്? ഹർമൻപ്രീത് കൗർ ആണ്. വിസ്ഡൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ഹർമൻപ്രീത് കൗർ ആണ്. നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റിലെ സൈനിക ഉപദേഷ്ടാവായി സന്ദീപ് സിംഗ് നിയമിതനായി. നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റിലെ സൈനിക ഉപദേഷ്ടാവായി നിയമിതനായത് സന്ദീപ് സിംഗ് ആണ്. കോവളം ലീല റാവിസ് ഹോട്ടലിന് ട്രാവൽ ആൻഡ് ലിഷർ മാസികയുടെ മികച്ച ഹോട്ടലിനുള്ള അംബാസിഡർ പദവി ഏതിനാണ്? ലീല റാവിസ് കോവളം ലീല റാവിസ് ഹോട്ടലിന്. 142.86 കോടി ജനസംഖ്യയായി ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥാനം 1 142.86 കോടി ജനസംഖ്യ. മുൻ ഇന്ത്യൻ ബോക്സറും ഒളിമ്പ്യനുമായ കൗർ-സിംഗ് അന്തരിച്ചു. 1982 ഏഷ്യൻ ഗെയിംസിലെ സ്വർണ്ണ മെഡൽ ജേതാവാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 1982 ഏഷ്യൻ ഗെയിംസിലെ സ്വർണ്ണ മെഡൽ ജേതാവായ ആരാണ് അടുത്തിടെ അന്തരിച്ചത് എന്ന രീതിയിൽ ചോദ്യം വരും. ആരാണ്? കൗർ-സിംഗ് ആണ്. ബോക്സറും ഒളിമ്പ്യനുമായ കൗർ-സിംഗ് ആണ് അന്തരിച്ചത്. സാഹസിക സമുദ്ര പര്യടനമായ ഗോൾഡൻ ഗ്ലോബ് റേസിൽ മലയാളിയായ കമാൻഡർ അഭിലാഷ് ടോമിക്ക് 2ാം സ്ഥാനം. SV ബയാനത്ത് എന്ന പായ്വഞ്ചിയിലാണ് പര്യടനം പൂർത്തിയാക്കിയത്. ദക്ഷിണാഫ്രിക്കൻ വനിതയായ കിർസ്റ്റൻ ന്യൂഷിഫർ ആണ് 1ാം സ്ഥാനത്ത്. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇവിടെ? 2ാം സ്ഥാനമാണ് അഭിലാഷ് ടോമിക്ക്. ഏത് പായ്വഞ്ചിയാണ്? SV ബയാനത്താണ്. പായ്വഞ്ചിയുടെ പേര് SV ബയാനത്ത് എന്നാണ്. പിന്നെ ഫസ്റ്റ് ലഭിച്ചത് ആരാണ്? കിർസ്റ്റൻ ന്യൂഷിഫർ ആണ്. ദക്ഷിണാഫ്രിക്കൻ വനിതയാണ് എന്നുള്ളതും ഓർത്തുവയ്ക്കുക. ഗോൾഡൻ ഗ്ലോബ് റേസ് ആണ് ഗോൾഡൻ ഗ്ലോബ് റേസ്. സാഹസിക സമുദ്ര പര്യടനമായ ഗോൾഡൻ ഗ്ലോബ് റേസ്. ബഹ്റൈൻ കേരളീയ സമാജം ഏർപ്പെടുത്തിയ പ്രഥമ വിശ്വകലാരത്ന അന്താരാഷ്ട്ര പുരസ്കാരം സൂര്യ കൃഷ്ണമൂർത്തിക്ക്. 5 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ബഹ്റൈൻ കേരളീയ സമാജം ഏർപ്പെടുത്തിയ പ്രഥമ വിശ്വകലാരത്ന അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചത് സൂര്യ കൃഷ്ണമൂർത്തിക്കാണ്. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. LIC ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി സിദ്ധാർത്ഥ മൊഹന്തി നിയമിതനായി. അല്ലേ? പുതിയ സ്ഥാനം ആർക്കാണ്? LIC ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിട്ട് നിയമിതനായത് സിദ്ധാർത്ഥ മൊഹന്തിയാണ്. തമിഴ് നടനും സംവിധായകനുമായ മനോബാല അന്തരിച്ചു. ഇനി കേരള ലളിതകലാ അക്കാദമിയുടെ പുരസ്കാരങ്ങൾ നോക്കാം. പെയിൻറ്റിങ്ങിൽ അമീൻ ഖലീൽ. ഡ്രോയിങ് KS പ്രകാശൻ. ശില്പം KR ഷാൻ. പിന്നെ പെയിൻറ്റിംഗ് PB ഷീജ. ന്യൂ മീഡിയ KS ശ്രീനാഥ്. ഫോട്ടോഗ്രാഫി അനു ജോൺ ഡേവിസ്. കാർട്ടൂൺ K ഉണ്ണികൃഷ്ണൻ. ഇറ്റാലിയൻ ലീഗ് ഫുട്ബോൾ കിരീടം നാപ്പോളിക്കാണ് ഇറ്റാലിയൻ ലീഗ് ഫുട്ബോൾ കിരീടം ലഭിച്ചത്. ബ്രിട്ടന്റെ പരമാധികാരിയായി ചാൾസ് മൂന്നാമൻ അധികാരമേറ്റു. ചാൾസ് മൂന്നാമനാണ്. ONV കൾച്ചറൽ അക്കാദമിയുടെ 2023 ONV സാഹിത്യ പുരസ്കാരം സി രാധാകൃഷ്ണനാണ്. 2023 ONV സാഹിത്യ പുരസ്കാരം. 2023 ONV സാഹിത്യ പുരസ്കാരം ആർക്കാണ്? സി രാധാകൃഷ്ണൻ.
തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണ് മോഖ. യമനാണ് ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ചത്. അപ്പോൾ ആദ്യ ചുഴലിക്കാറ്റ് 2023 ആദ്യ ചുഴലിക്കാറ്റാണ് മോഖ എന്ന് പറയുന്നത്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലാണ്, എവിടെയാണ്? ബംഗാൾ ഉൾക്കടലാണ് രൂപപ്പെട്ടത്. യമനാണ് ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. യമനാണ് മോഖ എന്ന പേര് നൽകിയത്. കഴക്കൂട്ടം മുൻ MLA-യും യൂണിവേഴ്സിറ്റി കോളേജ് മുൻ പ്രിൻസിപ്പലും നെടുമങ്ങാട് നഗരസഭാ അധ്യക്ഷനുമായ പ്രൊഫസർ നബീസ ഉമ്മാൾ അന്തരിച്ചു. മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നേടി കേരളത്തിലെ ആദ്യ മുസ്ലിം വനിതയാണ് ആര്? നബീസ ഉമ്മാൾ. 2000 രാഷ്ട്രപതിയുടെ സ്ത്രീ ശാക്തീകരണ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നബീസ ഉമ്മാൾ എന്ന് പറയുന്നത് മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ കേരളത്തിലെ ആദ്യ മുസ്ലിം വനിതയാണ്. 2000 രാഷ്ട്രപതിയുടെ സ്ത്രീ ശാക്തീകരണ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മൃദംഗ വിദ്വാൻ കാരൈക്കുടി ആർ മാണി അന്തരിച്ചു. മൃദംഗ വിദ്വാനായിരുന്ന കാരൈക്കുടി ആർ മാണി അന്തരിച്ചു. യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്ക് അസോസിയേറ്റഡ് പ്രസിനും ന്യൂയോർക്ക് ടൈംസിനും പത്രപ്രവർത്തനത്തിലെ സമാദരണീയ പുരസ്കാരമായ പുലിറ്റ്സർ പുരസ്കാരം, പത്രപ്രവർത്തനത്തിലെ പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചത് അസോസിയേറ്റഡ് പ്രസ് AP അസോസിയേറ്റഡ് പ്രസിനും ന്യൂയോർക്ക് ടൈംസിനുമാണ്. യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്കാണ് ലഭിച്ചത്. സംസ്ഥാനത്തെ മികച്ച നഴ്സിനുള്ള സിസ്റ്റർ ലിനി പുതുശ്ശേരി പുരസ്കാരം പ്രഖ്യാപിച്ചു. അതിൽ P ശ്രീദേവി സീനിയർ നഴ്സിംഗ് ഓഫീസറാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ. പിന്നെ MC ചന്ദ്രിക ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സാണ് തൃശൂർ താലൂക്ക് ആശുപത്രി. V സിന്ധുമോൾ സീനിയർ നഴ്സിംഗ് ഓഫീസർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നിവർക്കാണ് പുരസ്കാരം. ആർക്കൊക്കെയാണ്? P ശ്രീദേവി, MC ചന്ദ്രിക, V സിന്ധുമോൾ. ശ്രീദേവി, MC ചന്ദ്രിക, V സിന്ധുമോൾ. പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് തയ്യാറാക്കിയ സൂചിക പ്രകാരം ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161ആണ്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക, ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161. പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് തയ്യാറാക്കിയ സൂചിക പ്രകാരമാണ് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് 161 സ്ഥാനം. രണ്ടാം പ്രസവത്തിൽ പെൺകുഞ്ഞ് ജനിക്കുന്ന അമ്മമാർക്ക് 6000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. രണ്ടാം പ്രസവത്തിൽ പെൺകുഞ്ഞ് ജനിക്കുന്ന അമ്മമാർക്ക് 6000 രൂപ ധനസഹായം നൽകുന്ന സഹായധനം നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ജപ്പാനിലെ നിവാനോ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സമാധാന പുരസ്കാരം ഏകതാ പരിഷത്ത് സ്ഥാപകനും പ്രമുഖ ഗാന്ധിയനുമായ PV രാജഗോപാൽ ഏറ്റുവാങ്ങി. PV രാജഗോപാൽ ജപ്പാനിലെ നിവാനോ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സമാധാന പുരസ്കാരം ഏകതാ പരിഷത്ത് സ്ഥാപകനും പ്രമുഖ ഗാന്ധിയനുമായ PV രാജഗോപാലാണ് ഏറ്റുവാങ്ങിയത്. ടൈം മാസികയുടെ കവറിൽ ഇടം പിടിച്ച ബോളിവുഡ് താരമായി ദീപിക പദുക്കോൺ. ഗ്ലോബൽ സ്റ്റാർ എന്നാണ് ദീപികയ്ക്ക് നൽകിയിരിക്കുന്ന വിശേഷണം. അപ്പോൾ ഗ്ലോബൽ സ്റ്റാർ എന്ന് പറഞ്ഞ് ടൈം മാസികയുടെ കവറിൽ ഇടം പിടിച്ച ബോളിവുഡ് താരമാരാണ്? ദീപിക പദുക്കോൺ ആണ്. ബഹ്റിനിലെ പുതിയ അംബാസഡറായി മലയാളിയായ വിനോദ് K ജേക്കബ് നിയമിതനായി. വിനോദ് K ജേക്കബ് ബഹ്റിനിലെ പുതിയ അംബാസഡറായി നിയമിതനായത് വിനോദ് K ജേക്കബാണ്. ലോകത്തെ മികച്ച ആഡംബര ബ്രാൻഡുകളിൽ ഒന്നായ ഗുച്ചിയുടെ ഗ്ലോബൽ അംബാസഡറായ ആദ്യ ഇന്ത്യക്കാരിയായി ആലിയ ഭട്ട്. ഗുച്ചി ലോകത്തെ മികച്ച ആഡംബര ബ്രാൻഡുകളിൽ ഒന്നാണ് ഈ ഗുച്ചി എന്ന് പറയുന്നത്. അതിൻ്റെ ഗ്ലോബൽ അംബാസഡറായ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? ആലിയ ഭട്ടാണ്. ഗുച്ചിയുടെ ഗ്ലോബൽ അംബാസഡറായ ആദ്യ ഇന്ത്യക്കാരി ആലിയ ഭട്ടാണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ GV രാജ പുരസ്കാരം ബാഡ്മിൻ്റൺ താരമായ അപർണ ബാലനും അത്ലറ്റായ M ശ്രീശങ്കറിനും സമ്മാനിക്കും. ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ഫുട്ബോൾ പരിശീലകനായ TK ചാത്തുണ്ണിക്ക് ലഭിക്കും. മികച്ച പരിശീലകനായി നീന്തൽ കോച്ച് PS വിനോദ് തിരഞ്ഞെടുക്കപ്പെട്ടു. അനിരു അശോകൻ റിപ്പോർട്ടർ മാധ്യമം, ജോസ് കുട്ടി പനക്കൽ ഫോട്ടോഗ്രാഫർ മലയാള മനോരമ, ജോബി ജോർജ് ദൃശ്യമാധ്യമ പരിപാടി ഏഷ്യാനെറ്റ് ന്യൂസ് എന്നിവർക്ക് മാധ്യമ പുരസ്കാരവും ഉണ്ട്. എന്തൊക്കെയാണെന്നും കൂടി നോക്കിയേ. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ GV രാജ പുരസ്കാരം ആർക്കൊക്കെയാണ്? അപർണ ബാലനും M ശ്രീശങ്കറും. ബാഡ്മിൻ്റൺ താരമായ അപർണ ബാലനും അത്ലറ്റായ M ശ്രീശങ്കറും. പിന്നെ ഫുട്ബോൾ പരിശീലകൻ അതിന് TK ചാത്തുണ്ണിക്ക്. പിന്നെ മികച്ച പരിശീലകൻ നീന്തൽ കോച്ചാരാണ്? PS വിനോദ്. പിന്നെ അനിരു അശോകൻ, ജോസ് കുട്ടി പനക്കൽ,
ജോബി ജോർജ്, അത് മാധ്യമ പുരസ്കാരം. ലോകബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി ഇന്ത്യൻ വംശജൻ അജയ് ബംഗ നിയമിതനായി. അജയ് ബംഗ. ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ജേതാവ്. ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോ നീരജ് ചോപ്ര. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം ചൈനയുടെ ഡിങ് ലിന്നിനാണ്. ലോക ചെസ് കിരീടം നേടുന്ന ആദ്യ ചൈനക്കാരനുമാണ്. നമ്മൾ കായികത്തിൽ പഠിച്ചതാണല്ലേ. ഓക്കെ, ഇനി 2022 മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ചത് പുരുഷ താരമാരാണ്. ലയണൽ മെസ്സിയാണ്. ജമൈക്കയുടെ സ്പ്രിന്റ് താരമായ ഷെല്ലി ആൻഡ് ഫ്രേസറാണ് മികച്ച വനിതാ താരം. ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ അർജന്റീനയ്ക്കാണ് ടീം ഇനത്തിലെ പുരസ്കാരവും ലഭിച്ചത്. അപ്പോൾ ലോറസ് പുരസ്കാരം മികച്ച പുരുഷ കായിക താരം ലയണൽ മെസ്സി. ഇനി സ്പ്രിന്റ് താരമായ ഷെല്ലി ആൻഡ് ഫ്രേസറാണ് മികച്ച വനിതാ താരം. ടീം ഇനത്തിൽ അർജന്റീന. വനിതാ കലാസാഹിതി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. PK റോസി കലാപ്രതിഭാ പുരസ്കാരം ഷേർലി സോമസുന്ദരം. PK റോസി കലാപ്രതിഭാ പുരസ്കാരം ഷേർലി സോമസുന്ദരം. PC കുറുമ്പ സ്മാരക സാമൂഹ്യ പ്രതിഭാ പുരസ്കാരം ഷീബ പ്രകാശ്. PC കുറുമ്പ സ്മാരക സാമൂഹ്യ പ്രതിഭാ പുരസ്കാരം ഷീബ പ്രകാശ്. രാജലക്ഷ്മി സ്മാരക സാഹിതി പ്രതിഭാ പുരസ്കാരം R രാജശ്രീ. യശോദ ടീച്ചർ സ്മാരക മാധ്യമ പ്രതിഭാ പുരസ്കാരം റോസ് മരിയ വിൻസെൻ്റ് എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ തിരിച്ചിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും കൂടി കേട്ട് പഠിക്കുക. അപ്പോൾ ഒരു റിപ്പീറ്റേഷൻ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്